തിരുവനന്തപുരം നഗരത്തെയാകെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് പൈപ്പ് പൊട്ടലും അറ്റകുറ്റപ്പണിയും. 4 ദിവസമായി വെള്ളമില്ലാതിരുന്ന വാർഡുകളിൽ പുതിയ പൊട്ടലോടെ കുടിവെള്ള ലഭ്യത അനിശ്ചിതത്വത്തിലായി. ചൊവ്വാഴ്ച വരെ വെള്ളമില്ല എന്നാണ് അറിയിപ്പെങ്കിലും ബുധനാഴ്ച കഴിയുമെന്നാണ് റിപ്പോർട്ട്. ജല അതോറിറ്റിയുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ദുരിതത്തിലായതെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. പെരുന്നാളും പരീക്ഷകളും ചുട്ടുപൊള്ളുന്ന ചൂടും ഒക്കെ ആയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ കെടുകാര്യസ്ഥതയ്ക്ക് വകുപ്പ് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ട വിദഗ്ധ ജോലിക്കാരോ നേതൃത്വം നൽകാൻ സമർത്ഥരായ ഉദ്യോഗസ്ഥരോ ഇല്ല എന്നതാണ് ഈ ജലദുരിതത്തിന് കാരണമായി പറയുന്നത്. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രം നടത്തി മുതലെടുപ്പിന് ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ ദുർഗതി ഇങ്ങനെ ആവർത്തിക്കുന്നതിനുള്ള ഘടകങ്ങൾ തന്നെ. വെള്ളമില്ലാതെ എങ്ങനെയാണ് ആശുപത്രികൾക്ക് പ്രവർത്തിക്കാനാകുക? പരീക്ഷാകാലത്ത് വിദ്യാലയങ്ങൾക്ക് പ്രവർത്തിക്കാനാകുക? ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുകൂടി 30 വർഷത്തിലേറെ പഴക്കമുള്ളതും 900 mm വ്യാസമുള്ളതുമായ വലിയ പൈപ്പ് വൈകുന്നേരം 5:30 പൊട്ടിയിട്ട് രാത്രി 10 മണിക്കാണ് പണി തുടങ്ങിയിരിക്കുന്നത് തന്നെ. നിലവിൽ ഈ പൊട്ടിപ്പൊളിയുന്ന ചൂടിൽ രാവിലെ മുതൽ പണി ചെയ്തുകൊണ്ടിരുന്ന സാധു മനുഷ്യരെ തന്നെയാണ് ഇവിടേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നാണ് റിപ്പോർട്ട്. അത് കാരണം നേരം വൈകിയെന്നാണ് സൂചന. ഗ്യാസ് സിലിണ്ടർ ഷോർട്ടേജിന് പുറമെ വെള്ളം കൂടി മുടങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനം ഇരുട്ടടിയേറ്റതുപോലെയായി. മൃഗീയമായി വർദ്ധിപ്പിച്ച വെള്ളക്കരവും സർചാർജും അഡീഷണൽ ബില്ലും എല്ലാം കൂടി ജനങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി തലയിൽ വന്നു വീണിരിക്കുന്ന ഈ ദുരന്തം.